സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷം ശുശ്രൂഷകർക്ക് നല്ലൊരു പാഠം തരുന്നുണ്ട്. ഈശോ തിരഞ്ഞെടുത്ത 4 പേരുമായിട്ട് പോവുകയാണ്. അവിടെ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈശോ എന്ത് ചെയ്തു? തനിയെ ഒരു സ്ഥലത്തേക്ക് പോയി പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെയുള്ള പാർട്ടികളുണ്ടല്ലോ, അതായത് കൂടെ ഉള്ള ആൾക്കാർ എന്താ ചെയ്തേക്കണേ? അവർ ജനത്തിൻ്റെ എല്ലാവരും കാണും. അപ്പോൾ ജനം വന്നിട്ട് ഇവരോട് പറയും, നമ്മുടെ പ്രീച്ചറെ ഒന്ന് കാണാൻ പറ്റുമോ? റിട്രീറ്റ് ഗുരു പ്രീച്ചറിനെ ഒന്ന് കാണാൻ പറ്റുമോ? നിൽക്കുക കേട്ടോ, ഞാൻ ഞങ്ങൾ വിളിച്ചോണ്ടിരാം, നിങ്ങൾ നിൽക്കുക എന്ന് പറഞ്ഞ് ഈശോയുടെ അടുത്ത് ചെല്ലുക. ഈശോയോട് പറഞ്ഞ് ദേ അവിടെ എല്ലാം നോക്കിയിരിക്കുകയാണ്, വാ. ഈശോ എന്നാ പറഞ്ഞേ? എനിക്ക് വേറെ പല സ്ഥലത്തും പോകാനുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളാണ് പറഞ്ഞത് ശരി, ഞാനിപ്പോൾ വരാം, എല്ലാവരെയും ഒന്നുകൂടെ കാണാം. ഇങ്ങനെ ഒരു സന്തോഷം നമുക്ക് തോന്നാറില്ലേ? നമ്മൾ പ്രസംഗമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഒന്നുകൂടി ആ സ്ഥലത്ത് വന്ന് നിന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു? ഒരു കാലഘട്ടത്തിൽ എനിക്കും ഇങ്ങനെ ചിന്ത വന്നിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഈ ജനങ്ങളിൽ നിന്നൊക്കെ എന്തൊക്കെയോ എനിക്ക് കിട്ടാനുണ്ട് എന്നുള്ള ചിന്തയാണ് അങ്ങനെ നിൽക്കുന്നത്. എന്നാൽ എനിക്ക് കിട്ടേണ്ടവൻ്റെയിലേക്ക് ഞാൻ പോയി നിൽക്കണം. ജോലി ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ജോലിക്ക് വിട്ട ആളുടെ അടുത്തോട്ട് പോകണം. അപ്പോഴാണ് നമ്മുടെ ശുശ്രൂഷ അനുഗ്രഹപ്രദമാകുന്നത്. അങ്ങനെയുള്ള കൃപ നമുക്ക് ലഭിക്കട്ടെ കേട്ടോ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു.